ഉദരത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. നിങ്ങളൊക്കെ ഒത്തിരിയേറെ ബന്ധനങ്ങളെക്കുറിച്ചും തടസ്സങ്ങളെക്കുറിച്ചും ഒക്കെ ആകുലപ്പെട്ടിരിക്കുന്നവരാണ്. ഒരു രോഗസൗഖ്യം കിട്ടാൻ, ഒരു പ്രശ്നം മാറാൻ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ, പരാതികൾ, ബുദ്ധിമുട്ടുകളൊക്കെ തീരാൻ, ദൈവം ഒന്ന് പ്രവർത്തിക്കാൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ശരി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, ഫ്രീഡം. അതുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച് പറുദീസയിലാക്കുന്ന ദൈവം അവരോട് പറയുന്നത്, നിങ്ങളുടെ മുൻപിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു, ജീവനും മരണവും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷമുണ്ട്, ജീവന്റെ വൃക്ഷമുണ്ട്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ഞാൻ പറയുന്നു, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. അതായത് ദൈവം പറയാണ്, നിങ്ങൾ ചിലതൊന്നും ചെയ്യരുത്. ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പ്രിയപ്പെട്ടവർ, ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മേലെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവ് നഷ്ടപ്പെട്ടു പോകുക. അത് എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യുന്നു, ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ദൈവാനുഗ്രഹം നമുക്കുണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമ്മൾ പറയും ബന്ധനമാണ്, തടസ്സമാണ്, വെച്ചാൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കണം. നമ്മൾ ആദ്യം നമ്മൾ കേട്ട ഒരു കാര്യം, നിങ്ങൾ ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെടണം, മാറ്റം വരുത്തണം. കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്ത് ഹൃദയം കൊണ്ട് മാനസാന്തരം വരുത്തി ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ പ്രിയപ്പെട്ടവരെ ഏത് ബന്ധനം വഴി. ഈ ബന്ധനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. നമ്മുടെ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നത് ബന്ധനമായി മാറും. അതുപോലെ തന്നെ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതും ബന്ധനമായിട്ട് മാറും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിന് കാരണം എന്താണെന്നറിയാവോ? ബൈബിള് മുഴുവനും, അതായത് ദൈവവചനം, ദൈവം എന്താണ് മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നെന്ന് മുഴുവനായിട്ടും അറിയാവുന്ന ഒരാളാണ് പിശാച്, സാത്താൻ. അതുകൊണ്ടാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിന് തൊട്ട് മുമ്പ് ഈശോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അവൻ അറിയാം.
രക്ഷാകര ദൗത്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തടസ്സപ്പെടുത്താനായിട്ട് 3 പ്രലോഭനങ്ങളുമായിട്ട് കടന്നു വരുന്നത്. ആ 3 പ്രലോഭനങ്ങൾ തീർച്ചയായിട്ടും അത് ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം, അതായത് കുരിശിൽ കിടന്ന് അവസാന ശ്വാസം പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുന്നത് വരെ ഉണ്ടായ പ്രലോഭനങ്ങളിലൊക്കെ ആകത്തുകയാണ്. അതായത് താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് നിർവഹിക്കാതിരിക്കാൻ വേണ്ടി ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന പ്രലോഭനങ്ങൾ അതൊക്കെ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് ബന്ധനമായിട്ട് മാറും. കാരണം പിശാചിനറിയാം, ഇതാ ഈ വ്യക്തി ദൈവത്തെ അനുസരിക്കുന്നില്ല, ദൈവവചനം അനുസരിക്കുന്നില്ല, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നില്ല. അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും ഇതേ കാര്യം തന്നെ സംഭവിക്കാം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു കുടുംബം, അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു വീട് പണിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ വീട് പണിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് വീട് പണി തുടങ്ങാൻ പറ്റുന്നില്ല, തടസ്സമാണ്. അപ്പം ആരോ പറഞ്ഞു, ദൂരെ നിന്നാണ് വന്നത്, ആരോ പറഞ്ഞു ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്ക്. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറയും. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, വീട് പണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 മക്കളുണ്ട്, അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, അവരുടെ വിവാഹപ്രായമൊക്കെ ആകുന്നു. അതിനു മുമ്പ് ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള പണം ഒരു 24 ലക്ഷം രൂപയോളം ബാങ്കിൽ കിടപ്പുണ്ട്, അത് തുടങ്ങാനുള്ളത്, ബാക്കിയൊക്കെ ക്രമീകരിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ അറിയത്തില്ല, എന്താ തടസ്സം എന്നറിയില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെഴുന്നേറ്റ് പോയി. പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 24 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടിയതാണ്? കണ്ടാ വലിയ ജോലിക്കാരൊന്നുമായിട്ട് തോന്നിയില്ല, എന്നോട് പറഞ്ഞില്ല. അവർ പറഞ്ഞ, അച്ഛാ ഞങ്ങൾ നല്ല കൃഷിക്കാരാണ്, കൃഷി ചെയ്ത് ഇത്രയും നാള് സമ്പാദിച്ചതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്, ഒരു വീട് പണിയാൻ വേണ്ടി ചോർന്നൊരിക്കുന്ന വീടിനകത്താണ് കഴിയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഒരു 15 സെൻറ്റ് സ്ഥലം കിട്ടാനായിട്ട്, വീട് പണിയാനുള്ളൊരു സ്ഥലം സഹോദരൻ വിട്ടുകൊടുക്കേണ്ട സ്ഥലമാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു. ആ തടസ്സം ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് ഇവർ വരുന്നത്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഞാൻ വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഈ സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയതാണ്. ഈ 15 സെൻറ്റ് സ്ഥലം കിട്ടാനായിട്ട് വിഷമിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇത്രയും 24 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറയുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു, അതല്ല അച്ഛാ, പ്രശ്നം ഇതാണ്, ഞാനും എൻ്റെ സഹോദരനും പിന്നെ ഒരു സഹോദരിയാണ് ഉള്ളത്. ഞങ്ങൾ അപ്പൻ 4-5 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പം മരിക്കുന്നതിന് മുമ്പ് സ്വത്തൊക്കെ ഭാഗിച്ചു വെച്ചിരുന്നു. എനിക്കും എൻ്റെ സഹോദരനുമായിട്ട് തുല്യമായിട്ട് ഭാഗിച്ചു വെച്ചു. അതെന്തേലും ഉണ്ട്, 2 പേർക്കും 9 ഏക്കർ വീതം സ്ഥലമുണ്ട്, 18 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ ഈ 15 സെൻറ്റിൻ്റെ കണക്ക് എവിടെയാ? ആ വീടും അതുപോലെ വീടിരിക്കുന്ന പോലെ ഇടം കൂടെ അമ്മയുടെ പേരിൽ എഴുതി വെച്ചത്. അതായത് എൻ്റെ കാലശേഷം അമ്മയെ നോക്കുന്നവർക്ക് അത് 40 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ എൻ്റെ അടുത്ത് വന്നയാൾ പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ കൂടെയായിരുന്നു അപ്പൻ നിന്നത്, അപ്പനെ ഞാനാണ് പരിചരിച്ചത്, അപ്പനെ ഞാനാണ് സംരക്ഷിച്ചത്. അതുകൊണ്ട് അപ്പം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എൻ്റെ കൂടെ ആയിരുന്നു. അപ്പൻ എൻ്റെ വീട്ടിൽ കിടന്നാണ് മരിച്ചത്. അപ്പം മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അമ്മയും കൂട്ടിക്കൊണ്ട് അനിയൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം അമ്മയുടെ പേരിലാണല്ലോ ബാക്കി സ്ഥലം കിടക്കുന്നത്. ഇപ്പോൾ 40 സെൻറ്റ് സ്ഥലം കിടക്കുന്നത് അമ്മയുടെ കൂടെ അനിയൻ്റെ വീട്ടിലാണ്. ഇപ്പം ചേട്ടൻ പറയുന്നത്, ഈ ഇതിനകത്തുനിന്ന് ഒരു 15 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ എനിക്ക് മനോഹരമായിട്ടൊരു വീട് വയ്ക്കാം. എനിക്ക് കാര്യം പിടികിട്ടിയത് ഇപ്രകാരമാണ്, സഹോദരങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അതുകൂടാതെ അപ്പനെ അമ്മയും നോക്കുന്നതിന് കൃത്യമായിട്ട് കണക്കും വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അനുഗ്രഹം ശാപമായിട്ടല്ലാതെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയില്ല. കാരണം തമ്പുരാൻ നീതിയുള്ളവനാണ്, സത്യമുള്ളവനാണ്, ദൈവം കൃത്യമായിട്ട് പരിശോധിക്കുന്നവരാണ്. എത്രമാത്രം നിങ്ങൾ എവിടെ പോയൊക്കെ പ്രാർത്ഥിച്ചാലും നീ നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടാതെ, നിന്റെ സഹോദരനോട് ക്ഷമിക്കാതെ, നിന്റെ മാതാപിതാക്കളെ കാണുന്നത് പോലെ കാണാതെ നീ എവിടെ പോയാലും നീ ശാപമായിരിക്കും. താൽക്കാലികമായിട്ട് 10 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് ഒരുപക്ഷെ വീട് വെച്ചേക്കാം, താൽക്കാലികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിത്യനാശം മാത്രമല്ല, നിങ്ങളുടെ വരുന്ന തലമുറകളിൽ ഇത് പ്രശ്നമായിട്ട് മാറും. കാരണം സഹോദരങ്ങളോട് രമ്യതപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തോട് സ്നേഹബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ദൈവവചനം വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതിരിക്കുന്ന ആൾക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് കണക്കൊന്നുമില്ല. ചില ആൾക്കാർ പറയും, അച്ഛാ അത് കാരണം ഇതുകൊണ്ടാണ്, ഇങ്ങനെ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്നേഹിക്കാത്തത്, ഇങ്ങനെ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ പോകാത്തത്. നിങ്ങളുടെ കാരണമൊന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് മുമ്പ് വിലപ്പോവില്ല. ഒരു പക്ഷെ ഒരു അച്ഛനെ പറഞ്ഞു പറ്റിക്കാനോ ഒരു കൗൺസിലറെ പറഞ്ഞു പറ്റിക്കാനോ ഒക്കെ സാധിച്ചേക്കാം സഹോദരങ്ങളുമായിട്ട്. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് കണിശമായിട്ട് കണക്ക് ചോദിക്കും. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന്
കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കാണ് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുക എന്ന് ദൈവം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സഹോദരങ്ങളോട് ആരോടെങ്കിലും രമ്യതപ്പെടാനുണ്ടെങ്കിൽ രമ്യതപ്പെടാതെ വെറുതെ 5 ദിവസം കളഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മാത്രമല്ല, എവിടെ പോയി കൺവെൻഷൻ കൂടിയാലും എത്ര ധ്യാനം കൂടിയാലും ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 3 വർഷം മുമ്പാണ് ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിന് കാരിസ്മയിൽ ഒത്തിരി പേരുണ്ട് കണ്ടോണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രായമായ ഒരു അപ്പാപ്പൻ കയറി വന്നു. പ്രായമുണ്ട്, വടിയൊക്കെ കുത്തിയാണ്, നടക്കാൻ പറ്റില്ല. കയറി വന്നിട്ട് കുറേ നേരം കൊണ്ട് അവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇപ്പോൾ 78-79 വയസ്സായി പ്രായം. ഞാൻ ഇവിടുത്തെ ആന്തരിക സൗഖ്യ ധ്യാനം മാത്രം കൂടിയിട്ടില്ലായിരുന്നു. ഞാൻ ഇത്രയും വർഷം കൊണ്ട് 45 ആന്തരിക സൗഖ്യ ധ്യാനം കൂടിയിട്ടുണ്ട്. 45 ആന്തരിക സൗഖ്യ. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും കാരണമൊന്നും, ഞാൻ വെറുതെ കാരിസ്മയിലെ ആന്തരിക സൗഖ്യ ധ്യാനം കൂടെ കൂടിയേക്കാന്ന് ഓർത്ത് വന്നതാണ് മരിക്കുന്നതിന് മുമ്പ്. എന്നാലും എന്തേലും കാര്യങ്ങൾ ഒന്നുമില്ല. മക്കളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നു, ഒക്കെ നന്നായിട്ട് പോകുന്നു. അച്ഛനൊന്നും പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഈ വചനമൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നതാ. ഈ അപ്പച്ചൻ ഇറങ്ങിപ്പോയി. അതിനുശേഷം പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്നു. 3-4 പേര് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അമ്മച്ചി ഇതുപോലെ തന്നെ കുണുക്കൊക്കെ ഇട്ട് കയറി വന്നു, പ്രായമുള്ളത്. അമ്മച്ചി പറഞ്ഞു, എനിക്ക് അച്ഛാ 10 മിനിറ്റ് പോരാ, കുറച്ച് നേരം എനിക്ക് അച്ഛനോട് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മച്ചി 10 മിനിറ്റ് മാത്രം. അമ്മച്ചി വാശി പിടിക്കുക. ഞാൻ പറഞ്ഞു, ഇനി സമയം അധികം കളയണ്ട, ഇപ്പം തന്നെ തുടങ്ങിക്കോ, എന്നാൽ പിന്നെ 10 മിനിറ്റ് കൊണ്ട് കാര്യം തീർക്കാൻ നോക്കാം. അമ്മച്ചി പറയാം, എൻ്റെ അച്ഛാ എൻ്റെ പ്രശ്നം എൻ്റെ ജീവിത പങ്കാളിയാണ്. ഞാൻ ഈ പ്രായത്തിലോ ഇത്രയും പ്രായമായിട്ട് ഇനി ജീവിത പങ്കാളി പ്രശ്നമാണ്, ഭർത്താവ് പ്രശ്നമാണ്. അമ്മച്ചിയുടെ ഭർത്താവിന് എത്ര വയസ്സ് പ്രായമുണ്ട്? പുള്ളിക്ക് 79 വയസ്സ് 80 വയസ്സ് പ്രായമുണ്ട്. എന്താ പ്രശ്നം? എൻ്റെ അച്ഛാ ഈ മനുഷ്യൻ കല്യാണം കഴിച്ച സമയത്തോട് എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. എൻ്റെ അപ്പനെയും അമ്മയും തെറി വിളിക്കാത്ത ദിവസം ഇപ്പോഴും തന്നെയാണ്. അവര് മരിച്ച് മണ്ണടിഞ്ഞു പോയി. സ്വന്തം അപ്പനോടും അമ്മയോടും ഇത് തന്നെയാണ് മനോഭാവം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് 4 മക്കളുണ്ട് അച്ഛൻ. 4 പേരും വീട് കെട്ടി ഞങ്ങളുടെ വീടിന് ചുറ്റുമാണ് താമസിക്കുന്നത്. ഈ 4 പേരുടെ വീട്ടിലേക്ക് ഗേറ്റ് ഇല്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അതുപോലെ മതിൽ വെച്ചിരിക്കുക. അപ്പനും അമ്മ അങ്ങോട്ട് കയറരുത്, അവിടുന്ന് ആരും ഇങ്ങോട്ടും വരരുത്. ഇതിനൊക്കെ കാരണം എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭർത്താവാച്ച. ഞാൻ ചോദിച്ചു, ഇത്രയും പ്രായമായിട്ട് അത് ആരാള്? ആളെയും കൂടെ കൂട്ടി ധ്യാനത്തിൽ അച്ഛനെ തൊട്ട് മുമ്പ് കണ്ടിട്ട് പോയി ആ വടി കുത്തിപ്പിടിച്ച ആളാണ് ഇയാള്. ആ മനുഷ്യനാണ് ഒരു അനുഗ്രഹവും വേണ്ടാത്തത്, ഒരനുഗ്രഹം വേണ്ട. കാരണം പ്രിയപ്പെട്ടവരെ, ധ്യാനങ്ങൾ ഒരുപാട് കൂടിയിട്ടും ഈ 79-ാമത്തെ വയസ്സിലും സത്യമായിട്ട് അച്ഛൻ പറയാം, ഒരുപക്ഷെ അപ്പച്ചൻ ഇപ്പം മരിച്ചിട്ടുണ്ടാവും. എങ്ങോട്ട് പോയെന്നുള്ള കാര്യം മാത്രം എന്നോട് ചോദിക്കരുത്, അമ്മച്ചിയോട് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റും. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് കാണപ്പെടാത്ത, കാരണം ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ക്രിസ്ത്യാനി മാത്രമല്ല, നിന്റെ അയൽവക്കത്തുള്ള വ്യക്തി ഹൈന്ദവനോ മുസൽമാനോ പാഴ്സിയോ നിരീശ്വരവാദിയോ, നിന്റെ അതേ രൂപവും സാദൃശ്യവുമാണ് ആ വ്യക്തിക്കെങ്കിൽ ആ വ്യക്തിയോട് എന്തെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ വെറുതെ ഇവിടെ നിന്ന് കൈ ഉയർത്തിയിട്ട് കാര്യമില്ല, നിന്റെ കൈ കർത്താവ് തട്ടിമാറ്റും. ചെത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 9-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം ഇപ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. അതെന്താ അങ്ങനെ? വൈകുന്നേരം ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ബൈബിളൊക്കെ എടുത്തോണ്ട് ഇറങ്ങിക്കണം. വൈകുന്നേരം അച്ഛൻ ഇത് പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ബൈബിളിൽ നിന്ന് മാത്രമല്ല സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുന്നത്. ആണോ? ബൈബിളിലെ സുവിശേഷം പ്രസംഗിക്കാനല്ല കർത്താവ് പറഞ്ഞത്. ബൈബിളിലെ സുവിശേഷം എന്ന് പറയുന്നത് എന്താ? യേശുവാണ് ഏകരക്ഷകൻ. അത് പറയുന്നിടത്തും അത് പ്രസംഗിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. കാരണം നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് യേശു. നിന്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ട് യേശു. നിന്റെ രോഗങ്ങൾക്ക് പരിഹാരമുണ്ട് യേശു. നിന്റെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ട് യേശു. ഒക്കെ പരിഹാരമുണ്ട്, നിർദ്ദേശിക്കുന്നു. പക്ഷേ അത് കേട്ടാൽ മാത്രം പോരാ, സുവിശേഷം പ്രസംഗിക്കണം. പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ വചനം സത്യമാണെങ്കിൽ നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുരിതത്തിനും കാരണം ഈ സുവിശേഷം പ്രസംഗിക്കാത്തതാ. ഏത് സുവിശേഷം? ഒരു നല്ല വാക്ക് നിന്റെ കൂടെ ജീവിക്കുന്ന വ്യക്തിയെ കുറിച്ച്, ഒരു നല്ല വാക്ക് നിന്റെ അയൽവക്കംകാരനെ കുറിച്ച്, ഒരു നല്ല വാക്ക് നിന്നെ പീഡിപ്പിക്കുന്നവരെ കുറിച്ച്, നിന്നെ വേദനിപ്പിക്കുന്നവരെ കുറിച്ച്, നിനക്ക് സഹനങ്ങൾ തരുന്നവരെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ പറ്റാത്തതാണ് നിന്റെ ദുരിതത്തിന് കാരണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് പറഞ്ഞയാള് പൗലോസ് ശ്ലീഹ ആയതുകൊണ്ട് നമ്മൾ 100% വിശ്വസിക്കണം. കാരണം പുള്ളി ഒരു കണക്ക് നിരത്തുന്നുണ്ട്. ഞാൻ പീഡിപ്പിക്കപ്പെട്ടതിന്റെ കണക്ക്, കപ്പൽ ഛേദം, പീഡനം, കൽത്തുറുങ്ങിൽ അടയ്ക്കപ്പെട്ടത്, ജയിലിൽ കടന്നത്, ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് നിരത്തിയിട്ടാ പറയുന്നത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ, എന്നിട്ടും
ഇതൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് ഇത്രമാത്രം പീഡനങ്ങളും വേദനകളും ഒക്കെ തന്നിട്ടും ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതിനെനിക്ക് അഹംഭാവത്തിന് വകയില്ല. കാരണം അതെന്റെ കടമയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പീഡിപ്പിച്ച വ്യക്തികളുടെ വിദ്വേഷവും പകയും വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്കും ദൈവാനുഗ്രഹം കിട്ടില്ല, അവർക്കും ദൈവാനുഗ്രഹം കിട്ടില്ല. ഞാനും നശിക്കും, നീയും നശിക്കും, നമ്മൾ ഒരുമിച്ച് നശിക്കും. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിനെനിക്ക് അഹങ്കരിക്കാൻ ഒരു വകയില്ല. ആരെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം 27 വർഷവും കൺവെൻഷൻ കൂടിയ ആൾക്കാരുണ്ട് ഇവിടെ. അതിലിപ്പോൾ ഇത്രയൊക്കെ കേട്ടിട്ട് ഈ വെള്ളത്തിനകത്ത് കിടക്കുന്ന കല്ല് പോലെ കിടക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ഹൃദയം കഠിനമായി പോയവർക്ക് ദൈവവചനം ഒന്നുമല്ല കേട്ടോ. അച്ഛൻ ഈ പറയുന്ന കാര്യം നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നുള്ളൂ. അച്ഛൻ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു ഭീമാകാര രൂപം ഇവിടെ നിപ്പുണ്ട്. ഒരു ചുവന്ന സ്റ്റോൾ വിട്ടിട്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും കേൾക്കാനും പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല. കാരണം ഉള്ളില്, പ്രിയപ്പെട്ടവരെ, ഉള്ളില്, ഹൃദയത്തിന് ഉള്ളില് ഏതെങ്കിലും വ്യക്തികളോട്, അതായത് കാണപ്പെടുന്ന ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ദൈവങ്ങളായ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമായ ഏതെങ്കിലും വ്യക്തിയോട് വിരോധമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്ന വാക്ക്, വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറില്ല. കാരണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ സ്വാതന്ത്ര്യം, ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ വ്യക്തിയോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ അവിടെ ഇരുന്നോട്ടെ. അതിരുന്നോണ്ട് നീ അടച്ചു വെച്ചിരിക്കുക. ഈ കല്ല് ലാസറിന്റെ കബറിടത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന കല്ല് പോലെ കല്ലടച്ചു വെച്ചിരിക്കുക. ആ കല്ലെടുത്ത് മാറ്റി കൊടുക്കാതെ നിന്റെ കർത്താവിന് അവിടെ ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല നിന്റെ ജീവിതത്തിൽ. ഞാനിത് പറയുമ്പോൾ ഹൃദയത്തിൽ മുറിവേൽക്കുന്ന ചില ആളുകളുണ്ടാവും. സഹോദരങ്ങളോട് രമ്യതപ്പെടാൻ, സ്വന്തം സഹോദരങ്ങളോട് രമ്യതപ്പെടാൻ, ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകേണ്ട സമ്പത്തിന്റെ പേരിൽ എത്രയോ പേര് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, 1 സെന്റ് സ്ഥലം ഒത്തിരി പേരെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് വരുമ്പോൾ ആധാരമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഞാൻ ഈ ആധാരമായിട്ട് അച്ഛനെ കാണാൻ വരാനുള്ള കാരണം, ആധാരമായിട്ട് വരുന്നത് കൃത്യമായിട്ട് കണക്ക് കാണിക്കാൻ. ഇതാ അച്ഛാ, ഇവിടെയാണ് ഈ 1 സെന്റ് സ്ഥലം കിടക്കുന്നത്. ഈ 1 സെന്റ് സ്ഥലമാണ് ഈ പ്രശ്നത്തിന് കാരണം. ആധാരം കൊണ്ടാണ് വരുന്നത്. ഈ പ്രശ്നം തീർത്തു തരണം. എന്താ പ്രിയപ്പെട്ടവരെ പറയണ്ട? ആധാരം കൊണ്ട് ദൈവസന്നിധിയിൽ ആധാരമായിട്ട് പ്രശ്നം തീർക്കാൻ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ശരി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുവിശേഷം പ്രസംഗിക്കാത്തതാണ് എൻ്റെ നിങ്ങളെ ദുരിതത്തിന് കാരണം. അതിന് കാരണമുണ്ട്. കാരണം ഈശോ ഉദ്ധിതനായി 40-ാമത്തെ ദിവസം ഈശോ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ, സ്വർഗാരോഹണ മല, ഒലിവ് മലയുടെ മുകളിൽ തന്റെ ശിഷ്യന്മാരെ കണ്ടുകൊണ്ട് അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏൽപ്പിക്കുന്ന ദൗത്യം, ഒരു കർത്തവ്യം ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അത് 12 പേരോടുകൂടി തീരുന്ന, അല്ലെങ്കിൽ 11 പേരോടുകൂടി തീരുന്ന കർത്തവ്യമല്ല. തന്റെ 2ാമത്തെ ആഗമനം വരെ തുടരേണ്ട ഒരു കടമ ദൈവം ഏൽപ്പിക്കുന്നുണ്ട്. എന്താ കടമ? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എന്ത് പ്രസംഗിക്കുവിൻ? സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദയവ് ഇത് ബൈബിൾ എടുത്ത് ആരും സുവിശേഷം പ്രസംഗിക്കണ്ട. പറ്റുമെങ്കിൽ ബൈബിൾ മടക്കി വെച്ചിട്ട് സുവിശേഷം പറയാൻ പറ്റുമോ നോക്ക്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരമ്മച്ചി 2 ധ്യാനം അടുപ്പിച്ചു കൂടി. അഭിഷേക നിറവ് ധ്യാനം. അപ്പൊ അഭിഷേക നിറവ് ധ്യാനത്തെ സംബന്ധിച്ച് അഭിഷേകം കിട്ടുമെന്ന് ആരോ പറഞ്ഞു. അപ്പൊ അഭിഷേക നിറവ് അമ്മച്ചിക്ക് വേണ്ട അഭിഷേകം എന്താന്ന് ചോദിച്ചാൽ വചനാഭിഷേകമാണ് വേണ്ട. അതായത് കാര്യസം പറയുന്ന പോലെ വചനം പറയണം. ഞാൻ ഒരു വചനം കഴിഞ്ഞ് അടുത്ത വചനം പറയും. ഇതാണ് അമ്മച്ചിയുടെ ആഗ്രഹം. കാര്യസ്ഥന ധ്യാനത്തിലില്ലായിരുന്നു. എൻ്റെ അടുത്ത് എൻ്റെ അച്ഛാ, ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ ഓർത്ത് വചനാഭിഷേകം കിട്ടുമെന്ന്, ഈ ധ്യാനത്തിൽ ഓർക്കുന്ന വചനാഭിഷേകം കിട്ടണം, എനിക്ക് വചനത്തിന്റെ അഭിഷേകം. അതായത് ഈ ബൈബിളിൽ തുറക്കാതെ തന്നെ എനിക്ക് പറയാൻ പറ്റണം. അച്ഛൻ പറയുന്നത് കേട്ടു, അച്ഛൻ ഏതോ ഒരു ധ്യാനത്തിലാണ് ഈ അഭിഷേകം കിട്ടിയത്, അതുപോലെ പറയാൻ പഠിക്കണം. ഹല്ലേലൂയാ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ കിട്ടും. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞ് ഈ അമ്മച്ചിയോട് വീട്ടുകാരെയൊക്കെ അന്വേഷിച്ചപ്പോ, വീട്ടിൽ കൂടെ താമസിക്കുന്ന മക്കളെ കുറിച്ചും മരുമക്കളെ കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോ സുവിശേഷം അല്ല, വായിൽ ദുർവിശേഷമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ദുർവിശേഷം പറയുന്ന ഒരു നാവിലൂടെ ഒരു കാരണവശാലും സുവിശേഷം കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരു 10 അഭിഷേക നിർമ്മധ്യാനം കൂടിയാലും ഇതുപോലൊക്കെയാണ് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അമ്മച്ചിക്ക് വചനത്തിന്റെ അഭിഷേകം ഒന്നും കിട്ടുകയില്ല. വലിയ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബൈബിള് മടക്കി വെച്ചിട്ട് സുവിശേഷം പറയാൻ പറ്റുമോ എന്ന് നോക്കുക. ബൈബിള് മടക്കി വെച്ചിട്ട് സുവിശേഷം പറയാൻ പറ്റണമെങ്കിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും പറ്റണം. ശരി പറഞ്ഞ ഹല്ലേലൂയാ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. അപ്പൊ ഈ സകല സൃഷ്ടികളെന്ന് പറയുമ്പോൾ 2 കാലുള്ള സൃഷ്ടികൾ മാത്രമല്ല, 4 കാലുള്ള സൃഷ്ടികളോടും സുവിശേഷം പറയണം. ഹല്ലേലൂയാ. ജീവനുള്ള എല്ലാത്തിനോടും. അല്ലെ, നമ്മളിങ്ങനെ അടുക്കളയിലൊക്കെ അമ്മച്ചിമാര് പണിയെടുക്കുന്ന സമയത്ത് സുവിശേഷം പറഞ്ഞുകൊണ്ട് വേണം പണിയെടുക്കാനായിട്ട്. ഹല്ലേലൂയാ. അല്ലാതെ
അതാ 1 മണിയാകുമ്പോഴത്തേക്ക് ഇങ്ങ് വരും വലിച്ചു കയറ്റാൻ വേണ്ടി. ഇതൊക്കെ സുവിശേഷമല്ല, ദുർവിശേഷം. അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് തന്നെ കിട്ടുള്ളൂ. ഹല്ലേലൂയ. പറമ്പിൽ ജോലി എടുക്കുന്നവരും ബിസിനസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സുവിശേഷം ഉണ്ടായിരിക്കണം. ആ സുവിശേഷത്തോടു കൂടി വേണം പ്രിയപ്പെട്ടവർ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ. നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്ന വ്യക്തികൾ, ദൈവം പറഞ്ഞയക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കാനുള്ള ഏതെങ്കിലും സേവന മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ സുവിശേഷം കൊണ്ട് നിങ്ങൾ പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലി നന്മ വരട്ടെ, നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വേണം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ. അപ്പോൾ നീയും അനുഗ്രഹിക്കപ്പെടും, നിന്റെ ശുശ്രൂഷ സ്വീകരിക്കുന്ന വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും.